ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റിങ് മാത്രമല്ല, കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. സാധാരണ ഞാനൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോഴത്തേക്കും ആ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിനൊരു ബുക്കിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് പതിവ്. പക്ഷേ ഇന്ന് അതൊരു മേശയിലോ ഷോക്കേസിലോ ഇങ്ങനെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു ഐഡിയ കണ്ടപ്പോഴത്തേക്കും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. എൻ്റെ ക്ലാസ്സിൽ നാഥനില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്നൊരു ബുക്കിനെ കണ്ടപ്പോൾ, അതിൻ്റെ സങ്കടം കണ്ടപ്പോൾ ഞാൻ അതിനെങ്കിൽ എടുത്തായിരുന്നു. അത് കുറേ നാളായിട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേപ്പറിന് നല്ല കട്ടി ഉണ്ടായിരുന്നു. ആ പേപ്പറാണ് ഞാനിപ്പോൾ പെയിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്നത്. എൻ്റെ 10th ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു കോമ്പസ് വെച്ചിട്ട് ആ പേപ്പറിനെ ഞാൻ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തു. ആ പേപ്പറിലേക്ക് നമ്മുടെ ആകാശത്തെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അതിനായിട്ട് ആ പേപ്പറിൽ ഫുള്ള് നല്ലൊരു ആകാശ നീല കളറടിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് മേഘങ്ങളെ കൊണ്ടുവന്നു. സൈഡിൽ കുറച്ച് ഇലകൾ വരച്ചു കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൂക്കളും കൂടെ വരച്ചു കൊടുത്തു. പൂക്കളെ ഓൾറെഡി ഞാൻ വരച്ച് കുളമാക്കി വെച്ചിട്ടുണ്ട്. കൂടെ ആ മര്യാദയ്ക്കിരുന്ന മേഘങ്ങളെ ടച്ചപ്പ് ചെയ്ത് അതിനെയും കുളമാക്കി വെച്ചു. അങ്ങനെ അതിനൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത കാർഡ്ബോർഡിൽ ചെന്ന് പിടിച്ചു. അങ്ങനെ അതിൽ നേരത്തെ അളവിൽ തന്നെ ഒരു വട്ടം വരച്ച് വെട്ടിയെടുത്തു. അതിൻ്റെ സൈഡിൽ വെള്ള ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഈ ടേപ്പ് എനിക്കൊരു ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. അടിച്ചുകൊണ്ട് വന്നതൊന്നുമല്ല കേട്ടോ, തറയിൽ കിടന്ന് എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡിൽ നമ്മൾ പെയിൻറ്റിങ്ങും കൂടെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്ത 4 പഴയ പേപ്പറുകളെടുത്തു. അതിനെ ചുരുട്ടി 4 സ്റ്റിക്കുകളാക്കി. അതിൽ നിന്ന് 2 എടുത്ത് 2ൻ്റെയും നടുക്കുന്ന് കട്ട് ചെയ്ത് 4 പീസാക്കി. ആ 4 വെച്ചിട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത്. ആദ്യം ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചത്. പക്ഷേ പെട്ടെന്ന് ഒട്ടുന്നില്ലായിരുന്നു. ഗ്ലൂ ഗൺ എടുക്കുമായിരുന്നു, പക്ഷേ അപ്പോൾ കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. ബാക്കി ഉണ്ടായിരുന്ന 2 സ്റ്റിക്കിനെ നടുക്കുന്ന് കട്ട് ചെയ്ത് 4 ആക്കിയിട്ട് അതിൽ നിന്ന് 2 എടുത്ത് ആ യുടെ നടുക്കത്തെ വര സെറ്റ് ചെയ്തു. ബാക്കി ഉണ്ടായിരുന്ന 2 ഈ നൂത്ത് വയ്ക്കുമ്പോഴത്തേക്കും അതിനൊരു സപ്പോർട്ടായിട്ട് വയ്ക്കണമല്ലോ, അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ആ സമയത്തും കറണ്ട് വന്നില്ലായിരുന്നു. ഈ ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിൽ അത് ഒട്ടിക്കാനും പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ മെഴുകുതിരി ഉപയോഗിച്ച് ഗ്ലൂ സ്റ്റിക്കിനെ ഉരുക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇനിയൊരു കാര്യം പറയട്ടെ, ആ കുഞ്ഞു സ്റ്റിക്ക് സപ്പോർട്ടായതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെയും കമ്മിങ് ടു ദ പോയിൻറ്റ്, ഈ സാധനത്തിന് പ്രത്യേകിച്ചൊരു പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്റ്റാൻഡ് എന്ന് പറയാം. ഈ സ്റ്റാൻഡിന് ബ്രൗൺ നിറവും കൂടെ അടിച്ചു കൊടുത്തു. ഈ പെയിൻറ്റിങ്ങും ഏകദേശം കുളമായി വന്നതാണ്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാനതങ്ങ് സെറ്റ് ചെയ്തെടുത്ത്. അങ്ങനെ ഈ സ്റ്റാൻഡ് ഫുള്ള് ഏകദേശം പെയിൻറ്റ് ചെയ്തെടുത്ത്. എന്നിട്ട് അതിലേക്ക് എൻ്റെ പെയിൻറ്റിങ്ങും കൂടെ എടുത്ത് വെച്ച് കൊടുത്തു. സൂം ചെയ്ത് നോക്കാതെ ദൂരെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഭംഗിയൊക്കെ ഉണ്ട്. നിങ്ങളും സൂം ചെയ്ത് നോക്കണ്ട. അപ്പോൾ എൻ്റെ ഈ പെയിൻറ്റിങ്ങും ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.